കർത്താവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് ഒരു സംശയം ചോദിക്കാനുള്ളത്, ഇനിയും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേകമായ രക്ഷാകര പദ്ധതിയുണ്ടോ? ഇസ്രായേലിനെ ദൈവം പ്രത്യേകമായി വീണ്ടും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ വീണ്ടും യഹൂദന്മാർ ആ ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കാൻ പോകുന്നു എന്ന് തുടങ്ങിയ വാർത്തകൾ, ഊനമില്ലാത്ത പശുവിനെ അവർ പ്രത്യേകമായി കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു യാഗമർപ്പിക്കാൻ പോകുന്നു, ആലയം പണിയാൻ പോകുന്നു. ഇനി അങ്ങനെ ഒരു ആലയം പണിതാൽ, അവിടെ ഒരു യാഗം നടന്നാൽ എന്താണ് ആ യാഗത്തിൻ്റെ പ്രസക്തി? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു യാഗം വന്നാൽ, അങ്ങനെ ഒരു ആലയം വന്നാൽ മാത്രമേ പലരുടെയും യുഗാന്ത്യ വിജ്ഞാനീയം ശരിയായി വരത്തുള്ളൂ. കാരണം അന്തിക്രിസ്തു അവിടെ വരണം, ആലയത്തിൻ്റെ അകത്തിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അവസാനിച്ചോ? അതോ പ്രത്യേകമായി ദൈവം ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ ഇനിയും എന്തെങ്കിലും പദ്ധതിയുണ്ടോ?